മന്ത്രിമാർ, മുൻ മന്ത്രിമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരെ വിവരാവകാശ പരിധിയിൽ നിന്നും നീക്കിയ സർക്കാർ വിജ്ഞാപനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. അഴിമതിക്കെതിരായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് തടയാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ കോടതിയെ സമീപിക്കാൻ തയ്യാറെടുക്കുകയാണ് വിവരാവകാശ പ്രവർത്തകർ. സർക്കാർ വിജ്ഞാപനമനുസരിച്ച് വിജിലൻസ് ഡയറക്ടർ ആസ്ഥാനത്തെ അതീവ രഹസ്യ വിഭാഗം അന്വേഷണം നടത്തുകയോ ചെയ്യുന്ന കേസിന്റെ വിവരങ്ങൾ വിവരാവകാശ പ്രകാരം ഇനി ലഭ്യമാക്കേണ്ടതില്ല. ഇത്തരം കേസുകളിൽ ലോകായുക്ത, CBI തുടങ്ങിയ ഏജൻസികൾക്ക് നൽകുന്ന റിപ്പോർട്ടുകളും നൽകേണ്ടതില്ല. മുഖ്യമന്ത്രി, മുൻ മുഖ്യമന്ത്രി, മന്ത്രിമാർ, മുൻ മന്ത്രിമാർ, MP-മാർ, MLA-മാർ, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ പേരിലുള്ള അഴിമതി കേസുകളുടെ വിവരങ്ങളും വിവരാവകാശ നിയമപ്രകാരം ഇനി പുറത്തിറങ്ങില്ല. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു മുന്നണി തങ്ങളുടെ 24 മണിക്കൂറും തുറന്ന പുസ്തകം പോലെ പ്രവർത്തിക്കുന്നു എന്ന് അവകാശപ്പെടുന്നൊരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതിൽ മന്ത്രിമാർ, മുൻ മന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, അതുപോലെ MP-മാർ, MLA, കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും, IPS, IAS ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ ഈ അഴിമതി ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ വിഭാഗവും ഇതിൻ്റെ പരിധിയിൽപ്പെട്ട് കഴിഞ്ഞു. കേന്ദ്ര സർക്കാരിൻ്റെയും ഉന്നത കോടതികളുടെയും നിലവിലുള്ള ഉത്തരവുകളുടെയും വിജ്ഞാപനങ്ങളുടെയും ലംഘനമാണ് സർക്കാർ ഉത്തരവെന്നും വിവരാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് വിവരാവകാശ സംഘടനകളുടെ തീരുമാനം. റിപ്പോർട്ടർ, കൊച്ചി.